ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെടുത്ത് 2 പോത്തുങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ എടുത്തു കൊടുത്ത 5 പോത്തിൻ്റെയാണ് വിശേഷം. ഈ പോത്തിനെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോത്തിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ പോത്തും കുട്ടി? ഏകദേശം നമ്മൾ എടുക്കാൻ വിചാരിച്ച് നടന്ന പോത്ത് ആ വലിയ പോത്തായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വലിയ പോത്ത് എടുത്തില്ല. അതെന്താണ് കാരണം എന്നുള്ളത് പറയാം. രണ്ടെണ്ണത്തിനെ ഈ 2 നമ്മൾ എടുത്തത്, എനിക്ക് വേണ്ടി എടുത്തത്. ഏകദേശം 200 കിലോന്റെ പുറത്തേക്ക് ലൈവ് വെയിറ്റ് ഉണ്ടാവും. ഒരു 220 230 താഴേക്കൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാനൊരു 200ന്റെ മേലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ലൈവ് വെയിറ്റ്. ഏകദേശം നമുക്ക് വന്നിട്ടുള്ള വില എന്ന് പറയുന്നത് 35,000 രൂപയുടെ കുട്ടിയാണ് കേട്ടോ. 35,000 രൂപയുടെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതും പറയാം. നല്ല പക്ക ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ നിന്നൊരു 5 പോത്തും കുട്ടികളെ കഷ്ടി ഒരു 170 കിലോ ലൈവ് വെയിറ്റ് ഏകദേശം വരുന്ന ഒരു 5 എണ്ണത്തിനെ നമ്മൾ ആദ്യം പിടിച്ചു. അതൊരു ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആൾക്ക് വേണ്ടി നമ്മളൊരു 5 പോത്തും കുട്ടികളെ മൊത്തം 7 എടുത്തിട്ട് അതിൽ നിന്ന് 5 സെലക്ട് ചെയ്തെടുത്തു. നല്ല പോത്തും കുട്ടികളായിരുന്നു കേട്ടോ. നല്ല ശരിക്കൊരു ഫാം സെറ്റപ്പ് എന്നുള്ള ഒരു ക്വാളിറ്റിയുള്ള പോത്തും കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ വില വലിയൊരു ബാർഗൈനിങ് നമുക്ക് പറ്റിയില്ല, എന്നാലും മോശമില്ല. എങ്ങനെയുണ്ട് പോത്തുകുട്ടികൾ? അസാധ്യ പോത്തുകുട്ടികളായിരുന്നു കേട്ടോ. പോത്തുകുട്ടികൾ നല്ല പക്കയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാം ക്വാളിറ്റിയിലേക്ക് പോകുന്ന ഒരു പോത്തുകുട്ടികളായിരുന്നു നമുക്ക് ഉണ്ടാക്കി കിട്ടിയത്. ഒന്നും മോശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ലാസ്റ്റ് കൊടുന്നതിനൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ഒരു 7 എണ്ണം, അതിൻ്റെ അതിൽ നിന്ന് ഒരു 5 എണ്ണം ഇനി തെരഞ്ഞു പിടിച്ച് മാറ്റി കെട്ടി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് 2 പോത്തുകൾ, അതിലൊരു ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു ലൈവ് വെയിറ്റ് ഒരു 200ന്റെ പുറത്തേക്കുള്ളത് കണ്ടോ. ഇവ എങ്ങനെയുണ്ട് മുതല്? ലാസ്റ്റത്തെ 2 ആളെയാണ് നമ്മൾ പിടിച്ചത്. അപ്പോൾ അതേ നിൽക്കണു. ആ തല പുറത്തേക്ക് ഇട്ടാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കേട്ടോ. അതാ ചേട്ടൻ നിൽക്കണം. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന പോത്തിനെയാണ് നമ്മൾ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 60 രൂപയുടെ റേഞ്ചൊക്കെ പറഞ്ഞു. നമുക്കൊരു 50 രൂപയുടെ റേഞ്ച് അതിൽ എടുക്കാനുള്ളത് ഉണ്ടായിരുന്നു. ഏകദേശം ലൈവ് വെയിറ്റ് എങ്ങനെ പോയാലും 400 കിലോന്റെ പുറത്തേക്ക് വരുന്ന പോത്തായിരുന്നു. നല്ല പക്ക പോത്തായിരുന്നു. ഇതേ നമ്മൾ എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട് ക്വാളിറ്റി? എങ്ങനെയുണ്ട്? അസല് ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ 2 പോത്തുകൾ നമ്മൾ അങ്ങനെ കണ്ടിഷ്ടമായിട്ട് 35,000 രൂപ വിലയ്ക്കാണ് നമ്മൾ എടുത്തത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിലയും വന്നിട്ടുണ്ട്, അതും പറയാം. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 200 കിലോന്റെ പുറത്തേക്ക് ലൈവ് വെയിറ്റ് ഉള്ള പോത്തുംകുട്ടികളാണ് കേട്ടോ. ഈ 2 എണ്ണമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ എടുത്ത പോത്ത് 200ന്റെ റേഞ്ച് ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുമാതിരി നമ്മൾ എടുത്തു കൊടുത്ത പോത്ത് ഏകദേശം ഒരു 170ന്റെ റേഞ്ച് 24,000 രൂപയായിട്ടാണ് എടുത്തതാണ് നമ്മൾ. അത് അത്യാവശ്യം ആ ചേട്ടന് ലാഭത്തിന്റെ കണ്ടീഷനിൽ തന്നെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മളെ പോത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്വാളിറ്റി മെയിനായിട്ട് പിടിച്ച കാരണം, അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ എടുത്ത കാരണം വിലയിൽ വലിയൊരു ബാർഗൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് 2 ചെറിയ പോത്തുകുട്ടികൾ ആവശ്യമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് നോക്കിയില്ല. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സോടെയാണ് എടുത്തത്. പക്ഷെ വലിയ പോത്തുകൾ എടുക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആ പോത്തിന് എടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിലവിൽ ഇപ്പോൾ ഒരുത്തൻ ഉണ്ട്. ഇനി നമ്മൾ ഒരെണ്ണം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ തീറ്റച്ചെലവ് കാര്യങ്ങളൊക്കെ കാണാൻ നിൽക്കണം. പിന്നെ പുല്ല് കാര്യങ്ങളൊക്കെ വേറെ കാണാൻ നിൽക്കണം. എന്ന് വെച്ചാൽ അത്രയും വലിയ പോത്തിനൊന്നും കൊടുന്ന് നമുക്ക് പാടത്ത് എല്ലായിടത്തും കൊണ്ട് നടത്താൻ പറ്റില്ല. ചിലപ്പോൾ ചന്തയിൽ വലിയ പോത്തുകൾ മൊത്തത്തിലൊരു ലേശം ഷോക്കായിരുന്നു കേട്ടോ. നമ്മൾ പോയ ഒരു റേഞ്ചിലുള്ള വലിയ പോത്തുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ പോത്തിനതെ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 200 കിലോന്റെ റേഞ്ചിൽ വരുന്ന ഒരു പോത്താണ് കേട്ടോ അത്. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം. ചേട്ടാ അത് ഇത്രയ്ക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചേട്ടാ അത് തോന്നുന്നില്ല. എൻ്റെ കണക്ക് പ്രകാരം പിന്നെ ലുക്കും ഉണ്ട് കേട്ടോ, നല്ല ലുക്കും ഉണ്ട്. ലുക്ക് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്, വെയിറ്റ് കണ്ടിട്ടല്ല ഞാൻ എടുത്തത്. ഞാൻ അവരുടെ ലുക്ക് കണ്ടിട്ടാണ് എടുത്തത്. വില ആയിൻ്റെ ഉള്ളത് പറയുകയാണെങ്കിൽ പോത്തുംകുട്ടി നല്ല വിലയുണ്ട്, അതിലൊന്നും ഞാൻ തർക്കം പറയില്ല. പക്ഷെ എനിക്ക് എന്തോ ആയിട്ടുങ്ങളെ കണ്ട ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്തു. അതെന്താണ് മെയിൻ കാരണം എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 ആളെ എടുത്തു. 2 ആളും കൊടുന്നത് കൈത്തീറ്റകളൊക്കെ, അതായത് നമ്മൾ എടുത്തു കൊടുന്ന
പൂത്തോളൂട്ടോ. ഏകദേശം 170 റേഞ്ചിൽ, അതായത് ഒരു 165 150 റേഞ്ചിൽ ലൈവ് വെയിറ്റ് വരുന്ന പോത്തുംകുട്ടികളാണ്. നല്ല കുട്ടികളായിരുന്നു കേട്ടോ. ഞാൻ എടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് വളരെയധികം താല്പര്യമായ കുട്ടികളായിരുന്നു. ഒരു ക്രോസ് ബ്രീഡിന്റെ എന്തുകൊണ്ടും ചായവും കാര്യങ്ങളും നല്ല ഒരു ഫാം ക്വാളിറ്റിയിലേക്ക് വരും തക്ക വിധത്തിലുള്ളൊരു പോത്തുംകുട്ടികളായിരുന്നു. പിന്നെ നമ്മുടെ പോത്തുംകുട്ടികൾ കൈത്തീറ്റല്ല കേട്ടോ, സോറി, കായത്തൊലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്ന് തുടങ്ങി. ഇത് ഇപ്പോൾ പച്ചപ്പുല്ല് നല്ലമാതിരി അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതും തിന്നുന്നുണ്ട്. എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ പാടത്തേക്ക് ഇറക്കി ഒന്ന് തിന്ന് റെഡിയാവുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു 50 കിലോൻ്റെ മാറ്റം കാണിക്കും അവർ. ഇറച്ചിയിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വെയിറ്റിലാണ് പറഞ്ഞത്. മൊത്തം വെയിറ്റിലാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതേമാതിരി ഒട്ടിയ വയറായിട്ടാണ് കിടക്കണേ. അവരൊരു മാസം തിന്നൊന്ന് കൊഴുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50 കിലോയിലേക്ക് അവരെ തൂക്കം കയറും. ഇറച്ചി തൂക്കം കയറും എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ബോഡി വെയിറ്റിലൊരു ഒരു അത്രയും ക്ഷീണമുണ്ട്. അതായത് നല്ല മാതിരി ക്ഷീണമുണ്ട് പോത്തുകൾ. എന്നാൽ നല്ല 2 പോത്ത് ഫ്രെയിമുകളാണ് ചെറിയ കുട്ടികൾ ഇത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ. തലയൊക്കെ കണ്ടില്ല, നല്ല ലുക്കിലുള്ള തല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. എന്തുകൊണ്ടോ ഒരു ഭംഗിയുടെ പുറത്താണ് ഞാൻ ഈ പോത്തുംകുട്ടികൾ എടുത്തത്. 70,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വിലയായി. ഇനി നമ്മുടെ തൊഴുത്തിലേക്ക് കെട്ടിയപ്പോഴാണ് എനിക്ക് ചിറി വന്നത്. എന്തായത്, നമ്മുടെ പോത്ത് ഇവിടെ നിൽക്കണ കാരണം ഇവർക്ക് ഒരു ഗെറ്റപ്പും ഇല്ല, ഒരു ഗമ്യവും ഇല്ല. നമ്മുടെ പോത്ത് നിൽക്കുമ്പോൾ 2 പൂച്ചക്കുട്ടികൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിച്ചത്. എങ്ങനെയുണ്ട് അത് ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ പോത്തിൻ്റെ വലിപ്പം സത്യം പറഞ്ഞാൽ മനസ്സിലായത് കേട്ടോ. നല്ലൊരു സെറ്റപ്പിലേക്ക് ആയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത്. ഇവർ കായത്തൊലി കഴിച്ചു തുടങ്ങി. ഈ ലാസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ ചന്തയിലെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്തുംകുട്ടിയാണ് കേട്ടോ. ഞാൻ എന്തിനാണ് ചെറിയ കുട്ടികളെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 50 രൂപ 48 52 ഇടയിൽ, അല്ലെങ്കിൽ ഒരു 50-52 രൂപ കൊടുത്താൽ വലിയ ഫ്രെയിം 400 മേലേക്ക് ഉള്ള ആ പോത്തുംകുട്ടിനെ കിട്ടിയിരുന്നു. കഷ്ടി 100 രൂപ റേഞ്ചിൽ ലൈവ് വെയിറ്റ് വരുന്നുള്ളൂ. കഷ്ടി 100 രൂപ തന്നെ ആ പോത്തിന്. 400 കിലോന്റെ മേലെ ലൈവ് വെയിറ്റ് ഗ്യാരണ്ടിയാണ്. 100 രൂപ വരുള്ളൂ. നല്ല പക്ക ക്വാളിറ്റി ഹെഡ് പവറും കാര്യങ്ങളൊക്കെ ഉള്ള പോത്തുംകുട്ടിയാണ്. പോത്താടുന്ന ആ വലിയ പോത്ത്. പക്ഷെ നമ്മളത് എടുക്കാണ്ട് എന്തിനാണ് ഈ ചെറുതിനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ ഒരു 100 രൂപയ്ക്ക് മേലെ ഇവന് കൈത്തീറ്റ കൊടുക്കുന്നുണ്ട്. കഷ്ടി ഒരു 150 രൂപ വിചാരിച്ചു, മാസം 4500 രൂപ തീറ്റ ചെലവ്. അപ്പൊ അതിൽ നിന്നൊരു ലേശം മിച്ചം പിടിച്ച് ഈ 2 ആൾക്ക് ഞാൻ കൊടുക്കും. ഈ 2 ആൾക്കല്ല കേട്ടോ, ഈ തറ്റത്ത് നിൽക്കുന്നത് പഞ്ചായത്തിലെ പോത്തുംകുട്ടിയാണ്. ഇതിലെ ഇവനും പിന്നെ അതിന്റെ അപ്പുറത്താണ് നമ്മൾ കിട്ടിയേക്കണേ. അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് വേറെ പോത്തിനെ കിട്ടിയേക്കണേ. ഈ ലാസ്റ്റ്, അതായത് ഇപ്പൊ ഫസ്റ്റ് കാണുന്ന പോത്തുംകുട്ടി നമ്മുടെ പഞ്ചായത്തിലെ പോത്തുംകുട്ടിയാണ്. ഇത് കഷ്ടി ഒരു 150 കിലോന്റെ മേലേക്ക് ഉണ്ടാവും പഞ്ചായത്തിലെ പോത്തുംകുട്ടി. അപ്പൊ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ എടുത്ത പോത്തുംകുട്ടി 200 കിലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മള് 4500 രൂപ റേഞ്ച് ഒരു മാസം തീറ്റ ചെലവ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5000 രൂപയുടെ, എനിക്ക് ഫസ്റ്റത്തെ ടൈമിലൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത് കൊടുന്ന പോത്തുംകുട്ടി അപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മള് ഫസ്റ്റത്തെ 2 മാസമൊക്കെ ഒരു 5000-ന് മേലെ 5000-ന്റെ റേഞ്ചൊക്കെ തീറ്റ ചെലവ് വന്നു ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് ബാക്ക് കാര്യങ്ങളൊക്കെ വരെ നല്ല പോത്തുംകുട്ടികൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ വലിയ പോത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവനൊരു സ്ഥിതി പിടിക്കാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ തീറ്റകളൊക്കെ ഇപ്പോൾ ഒരു 150 രൂപ റേഞ്ചിൽ ഒരു മാസം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 2 വട്ടയിലേക്ക് കുറച്ച് കാര്യങ്ങൾ നീക്കി വെച്ച് ഇവരുടെ 2 ആളുടെയും കാര്യങ്ങൾ നീക്കുപോക്കോ കൈത്തീറ്റയുടെ കാര്യം അതിൽ നടക്കും, വലിയ പോത്തിൻ്റെ തീറ്റ ചെലവിൽ തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 കണ്ടം 3 കണ്ടം 4 കണ്ടം അപ്പുറത്തേക്കൊന്നും ഈ വലിയ പോത്തിനെ കൊണ്ടുപോലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ 50-52 റേഞ്ചിൽ ആ വലിയ പോത്ത് നല്ല ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഒക്ടോബർ കണ്ടിട്ടൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഇവരൊക്കെ ഒന്ന് സെറ്റായി വരും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവരെ 2 ആളെ തോടുമ പുല്ലുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കെട്ടാം. കണ്ടങ്ങൾ ഒരു 4-5 കണ്ടം അപ്പുറത്തേക്ക് മാറ്റി കെട്ടണമെങ്കിൽ മാറ്റി കെട്ടാം. നമുക്ക് ഇവരെ കൊണ്ട് നടക്കാം. വലിയ പോത്ത് നമ്മൾ നിർത്തി തീറ്റ കൊടുത്ത് കായത്തൊലി കായത്തുണ്ട് പച്ചപ്പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പാടത്തേക്ക് ഇറക്കുകയാണ് ചെയ്യാറ്, വെള്ളത്തിലൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം. ആ സമയത്ത് ഇവരെ നമുക്ക് പാടത്തിന്റെ എല്ലാ മുക്കിലേക്കും മൂലയ്ക്കും നമുക്ക് തീപ്പുല്ലുള്ളോടത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് കെട്ടാൻ പറ്റും. അത് വലിയൊരു ഗുണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ വലിയ പോത്തിനെ, നമ്മൾ എടുത്ത പോത്തിനെയും നമ്മുടെ കയ്യിലുള്ള പോത്തിനെയും എടുക്കാൻ വിചാരിച്ച പോത്തിനെയും നമ്മളിപ്പോൾ കയ്യിലെടുത്തിട്ടുള്ള വലിയ പോത്തിനൊന്നും നമുക്ക് അങ്ങനെ കഷ്ടി ഒരു 5-10 കണ്ട അപ്പുറത്തേക്ക് അല്ലെങ്കിൽ 4-5 കണ്ട അപ്പുറത്തേക്കൊന്നും കൊണ്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെറിയ പോത്തിനെ എടുത്തതെന്ന്? എനിക്ക് വിലയും വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഈ വില നോക്കണ്ട,
നമുക്ക് പെരുന്നാളിൻ്റെ സമയത്ത് നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് രണ്ടാളെയും ലുക്ക് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് തീറ്റ വരെ ശരീരത്തിൽ കയറാനും സാധ്യതയുണ്ട്. കായത്തോണ്ടാണ്ടോ തിന്നണേ, കുടന്ന് അന്ന് തൊട്ട് തന്നെ കായത്തോല് തിന്നു തുടങ്ങി. എങ്ങനെയുണ്ട് വലിപ്പം കാര്യങ്ങളൊക്കെ? നമ്മുടെ തൊഴുത്തിൽ കയറ്റിയപ്പോൾ ഒരു ചെറുതായി, അത് വേറെ കാര്യം. പക്ഷേ നമുക്കൊരു 80 രൂപയ്ക്ക് മേലെ കൊടുക്കാൻ പറ്റും അവരെ വൃത്തിയായി. നമ്മുടെ ഒരു നോട്ട രീതി വെച്ച് വൃത്തിയായി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 300 കിലോ കഷ്ടി ഇവരെ ലൈവായിട്ട് സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും. അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പോത്തുകുട്ടികൾ. പിന്നെ ഇവരെ ഇറച്ചിയിലല്ല എനിക്ക് തോന്നുന്നത്, ഇനി ഇറച്ചി കയറും അത് വേറെ കാര്യം, പോത്തുകൾ വലുതാവും. പക്ഷെ ഇവരെ ലുക്കിലാണ് കാശ്. ലുക്ക് നല്ലൊരു ലുക്കാണ്. ഞാൻ പറഞ്ഞില്ല, ആ ലുക്ക് കണ്ടിട്ടാണ് ഞാൻ ഇവർ എടുത്തതും. മറ്റവനൊന്ന് തല പൊന്തിച്ച് പിടിച്ചാണ് നോക്കിയ നിങ്ങൾ. ഇവനാണ് കുറച്ചും കൂടി ലുക്കിൽ കൂടുതൽ, പക്ഷെ ഇവൻ ചുരുണ്ട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പാടത്തിന്റെ പുല്ലുള്ള സ്ഥലങ്ങളിലൊക്കെ തോട് വരുമ്പോഴത്തൊക്കെ കൊണ്ടുപോയി കെട്ടാൻ സൗകര്യപ്പെട്ട 2 കുട്ടികളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ചെറുത് എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഉന്തിൻ്റെ ഇട കൂടെ തള്ളു അല്ലെങ്കിൽ വാഴ നനയുമ്പോൾ ചീരി നനയായിട്ട് പറഞ്ഞ മാതിരി ആ തീറ്റ ചെലവിൽ നിന്ന് കുറച്ച് നമ്മൾ അവർക്കും മാറ്റിയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്കൊരു 150 രൂപ തീറ്റ ചെലവ് ഇപ്പോൾ ഒരിക്കലും 150 എന്നുള്ളത് ഇനിയിപ്പോൾ ഒരു 200 ആയാലും എന്നെ സംബന്ധിച്ച് എനിക്കതൊരു നഷ്ടമാവില്ല. 200 റേഞ്ചിലേക്കൊന്നും പോവില്ല കേട്ടോ. നമ്മളിപ്പോൾ തീറ്റ ചെലവ് കുറച്ച് നമ്മൾ പച്ചപ്പുല്ലുമ്മ കയറി കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൈത്തീറ്റ ചെലവ് കുറച്ചൊന്നല്ല, നല്ല ക്വാണ്ടിറ്റി കുറച്ച് നല്ല കൈത്തീറ്റകളാണ് കയറ്റണേ. എങ്ങനെയുണ്ട് നമ്മുടെ ചെക്കൻ്റെ ആ ലുക്ക്? അവൻ നിന്ന് നിൽപ്പൊന്ന് നോക്കിയാൽ നിങ്ങൾ. കാക്ക മേലെ മുറിവൊക്കെ ഒന്ന് കുത്തിപ്പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം മോന്തക്കയറൊന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വൈകുന്നേരം ഞാൻ മോന്തക്കയറൊക്കെ ഒഴിവാക്കിട്ടോ. ഞാൻ മൂക്കയറൊക്കെ ഒന്ന് മാറ്റണം. അതൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ ഓട്ടയൊന്ന് വലുതായതിന് ശേഷമാണ് നമുക്കൊന്ന് മാറ്റാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ ചെറുപൂത്തുകൾ കൊടുന്നപ്പോൾ നമ്മുടെ വലിയ പൂത്ത് എങ്ങനെ വലിപ്പം തോന്നിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഇല്ലേ, സെറ്റപ്പ് ആയില്ലേ ആള്? പിന്നെ നമ്മൾ ഈ എടുത്ത പോത്തും കുട്ടികളെ വെയിറ്റിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ ചട 50 52 രൂപ റേഞ്ചിന് ആ വലിയ പോത്ത് എടുക്കായിരുന്നില്ല ലാഭം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കാരണം. അപ്പോൾ നമ്മളെടുത്ത ഈ 2 പോത്തും കുട്ടികളെ എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതാണ് ഞാൻ ചോദിക്കുന്നത്.